ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അങ്ങനെന്താ നമ്മളെ സ്ഥലത്ത് മലന്തേന് വന്ന് കൂട് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ എടുക്കാനുള്ള ആൾക്കാരൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ആ കൂട്ടത്തിലേക്കാണ് കേട്ടോ ഈ പോകുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇങ്ങനെ പാറി വരുന്നത് കാണുന്നില്ലേ, അത് തേനീച്ചയാണ് കേട്ടോ ഈ പാറുന്നത്. ഞാൻ ഒരു സേഫ്റ്റി ഇട്ടിട്ടില്ല. ഞാൻ ഹെൽമെറ്റ് ഇടണം എന്നൊക്കെ വിചാരിച്ച് അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ റെയിൻ കോട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ ഈ തേനീച്ചകൾ കുറച്ചും കൂടെ ഉണ്ട്. കുറേ പുകച്ചിട്ട് അതിറ്റങ്ങളൊക്കെ പുറത്ത് ചാടിച്ചിട്ടുണ്ട്, കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഒന്ന് പുകയ്ക്കുകയാണ് കേട്ടോ. ഇത് എൻ്റെ ഇടയിൽ രണ്ടാൾക്കാരുണ്ട് കേട്ടോ. അവർ കോണൊക്കെ വെച്ചിട്ടാണ് കയറിയിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഇതാണ് കേട്ടോ തേനീച്ച. ഇതിങ്ങനെ ഈ മരത്തിൻ്റെ പുറത്ത് ഓരോ എരമക്കൂടെ ഇങ്ങനെ കൂട്ടം കൂട്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തേനീച്ചക്കൂട്ടത്തിലേക്ക് എടുത്ത് ചാടാന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. കാരണം എൻ്റെ കണ്ണിൽ കൂടെ മുഖത്തു കൂടെ ഒക്കെ ഇങ്ങനെ പാറി നടക്കുന്നുണ്ട്. എൻ്റെ ദേഹത്തൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ ഇവർ. നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ഉപദ്രവിക്കുമ്പോഴാണ് അവരിങ്ങോട്ട് തിരിച്ച് കാട്ടുക കേട്ടോ. അപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഉപ്പ ഉമ്മയൊക്കെ ഉണ്ട് കേട്ടോ അടുത്ത്. അപ്പോൾ എന്നോട് അഥവാ കുത്തുകയാണെങ്കിൽ ഒന്നും ചെയ്യണ്ട, എന്താ തിരുമ്മ അങ്ങനെ ഒന്നും ചെയ്യരുത്, കുത്തി കഴിഞ്ഞാൽ നേരെ വേഗം ഇങ്ങോട്ട് പോര്. അപ്പോൾ അവർ അതിൻ്റെ ആരുണ്ടാവുമല്ലോ അതെടുത്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ തിരുമ്പി കഴിഞ്ഞാൽ ആ ആരൊന്നും കാണാൻ ബുദ്ധിമുട്ടാവും. നമ്മളെങ്ങാനും ഇത് കുത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും കൈ വെച്ചിട്ടൊന്ന് തിരുമ്പും, കൈ കുടയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണ്ട. അപ്പുറത്ത് തന്നെ ഉപ്പയമ്മയൊക്കെ ഉണ്ട്, അവരിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തേക്ക് ചെന്നാൽ മതി കാരണം. അപ്പോൾ നമ്മൾ തിരുമ്മി കഴിഞ്ഞാൽ ആര് കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീങ്ങും, കടച്ചിൽ അതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാനതിൻ്റെ അടുത്ത് പോയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. പക്ഷെ അവരെന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ എടുത്ത് ചാടിയെന്ന് പറയില്ല, അതുപോലെ തന്നെയാണ് കേട്ടോ. ഒന്നും എന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ അവർ അപ്പം അതിൻ്റെ ചോട്ടിൽ നിന്നിട്ട് അവർ ആ തേനൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന് അധികം തേൻ ഉണ്ടായിട്ടില്ല. തേൻ എടുക്കുന്ന ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞ് എടുക്കുന്ന ആൾക്കാർ അത് കുറച്ച് ഒരു 10 ദിവസം മുമ്പ് എടുക്കുകയാണെങ്കിൽ നല്ല പോലെ തേൻ കിട്ടും. മലന്തേനും കൂടിയാണല്ലോ, അപ്പോൾ നല്ല പോലെ തേൻ കിട്ടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ്. അപ്പോൾ കുറച്ച് മാത്രമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ അതാ അവരതൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. പിന്നെ അവർക്ക് വീഡിയോ എടുക്കാനോ അതിനൊന്നും കഴിയില്ല, അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ. പിന്നെ അല്ലെങ്കിൽ ഞാൻ കയറണം അതിൻ്റെ മുകളിൽ, അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അവർ എടുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് തന്നിട്ടുള്ളത്. ഇതിലിപ്പോൾ നല്ല പോലെ ഉണ്ട്, പക്ഷേ ഇല്ലാത്ത ഒരുപാട് ഈ അട ഉണ്ടല്ലോ ഈ തേനീച്ചൻ്റെ, അത് കുറേ കിട്ടിയിട്ടുണ്ട്. അത് കുറേ ഇല്ലാത്തതാണ് കേട്ടോ. ഈ കാണുന്നത് മൊത്തം തേനില്ലാത്തതാണ്. ഇത് മക്കളായിട്ടുണ്ട് കേട്ടോ. ഈ വൈറ്റ് കളറ് കാണുന്നില്ലേ, അതൊക്കെ മക്കളായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തേനിനി ആവണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുവരെ ഇതിവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാരൊക്കെ വന്നിട്ട് ഇതെടുത്ത് പോകും. അപ്പോൾ നമുക്കിത് കിട്ടൂല കേട്ടോ. അത് വിചാരിച്ചിട്ടാണ് നമ്മൾ ഉള്ളത് കുറച്ചാണെങ്കിലും അതെടുക്കുക വിചാരിച്ചിട്ട് പെട്ടെന്ന് വന്നിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ നിൽക്കുന്ന വീടിൻ്റെ അടുത്താണെങ്കിൽ അപ്പം നമുക്ക് ഇതിൽ തേനൊക്കെ ആയിട്ട് അതിൻ്റെ ടൈം ആകുമ്പോൾ എടുത്താൽ മതി. പിന്നെ ആരും നമ്മളെ വീടിൻ്റെ അടുത്തുനിന്ന് വന്നിട്ട് ആരും എടുത്തു കൊണ്ടുപോകില്ലല്ലോ. അപ്പോൾ നമ്മളിത് കുറച്ച് വിട്ടായതുകൊണ്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഇതുണ്ടല്ലോ ഈ തേനീച്ചൻ്റെ ഈ അട ഉണ്ടല്ലോ, അതിപ്പോൾ ഇങ്ങനെ എമ്പി നോക്കുകയാണ് കേട്ടോ തേനുണ്ടോ എന്നുള്ളത്. സ്ട്രോ ഒക്കെ വെച്ചിട്ട് വലിച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് വിട്ടായതുകൊണ്ട് തന്നെ ആരെങ്കിലും എടുത്തുകൊണ്ടായാലും നമ്മളറിയില്ല. അപ്പോൾ നമുക്കൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ചെങ്കിൽ കുറച്ചാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുന്നത് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് ഈ ചെത്തി എടുക്കുന്നത് എന്താ വെച്ചാൽ ഈ മക്കളുള്ള ഭാഗം ഉണ്ടല്ലോ, ഈ വൈറ്റ് കളറിൽ ഇങ്ങനെ വരള്ള ആ ഭാഗം നമ്മളെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഊരവേദന അങ്ങനെയുള്ളതൊന്നും നമ്മളെ ജീവിതത്തിൽ വരില്ല എന്നാട്ടോ പറയാം. വേദനകളില്ല ശരീരത്തിലുള്ള, അതിനൊക്കെ ഒരുപാട് ആശ്വാസം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഇങ്ങനെ ചെത്തിയെടുക്കുകയാണ് കേട്ടോ. ഇത് കഴിക്കാൻ കഴിയുമോ എന്നറിയില്ല, ചെത്തിയെടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഉപ്പയൊക്കെ ചെറുപ്പത്തിൽ അറിയാണ്ട് കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു വേദന അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഞങ്ങളിത് ആ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നമുക്കിത് ഇങ്ങനെ പിഴിഞ്ഞെടുത്തുങ്ങാണ്ട് കഴിക്കുന്നതും ഈ തേൻ്റെ ഈ അടല്ലേ ആ തേനോട് കൂടിയിട്ട് ഇങ്ങനെ കടിച്ച് ചവച്ച് ഇങ്ങനെ കഴിക്കുന്നതും രണ്ട് വിധമാണ് കേട്ടോ.
അപ്പോൾ രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇരുന്നിട്ട് ഞങ്ങൾ ഇത് കഴിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളതാണ് കേട്ടോ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. നിങ്ങളാരെങ്കിലും ഇതുപോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഒരു അരിപ്പയൊക്കെ വെച്ചിട്ട് അതിൽ പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു പാത്രം അതിൻ്റെ മുകളിലൊരു നമ്മൾ ജ്യൂസ് അരിക്കുന്ന അരിപ്പുണ്ടല്ലോ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലിട്ടിട്ട് നല്ലപോലെ പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കൈ വെച്ചിട്ട്. ഇതിങ്ങനെ നിൽക്കുമ്പോൾ അതിൽ നിന്ന് വരുന്നത് കണ്ടില്ലേ, ഹണി വരുന്നത് കണ്ടില്ലേ, ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കുന്നതൊക്കെ കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മലന്തേന് കാണുന്നത്. മറ്റേ തേനൊക്കെ കണ്ടിട്ടുണ്ട്, ചെറുതേനാണെങ്കിലും സാധാ നമ്മളെ നാട്ടിലൊക്കെ കൂട് വെച്ചിട്ടുണ്ടാക്കുന്നതും അല്ലാത്തതൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഈ തേനീച്ച കൂട്ടത്തിലേക്ക് ഞാൻ പോയിട്ട് എന്നെ ഒരു തേനീച്ച പോലും കുത്തിയിട്ടില്ല കേട്ടോ. അവരൊന്നും ചെയ്തിട്ടില്ല. നല്ല പാവം തേനീച്ചകളാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ്. ഇത് പിഴിയുമ്പോൾ ഒന്ന് കണ്ടു നോക്കി, എന്ത് ഭംഗിയാണ് കാണാനില്ലേ. ഹണി ഇങ്ങനെ ഒഴുകുന്ന കണ്ടില്ലേ, ഹണി ഇങ്ങനെ നമ്മൾ പിഴിയുമ്പോൾ അതിന് ഒഴുകി വരുന്നത് കാണാൻ എന്തൊരു ഭംഗിയല്ലേ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അവരാരെങ്കിലും ഇതുപോലത്തെ കണ്ടിട്ടുണ്ടോ, നിങ്ങളാരെങ്കിലും ഇതുപോലെ ഹണി എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിച്ച് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഹണിയൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുള്ള അതിൻ്റെ അതുണ്ടല്ലോ അതാണ് കേട്ടോ, ഇത് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ള ഹണിയാണ് കേട്ടോ ഇത്. തേനീച്ചകളൊക്കെ ഒരുപാടുണ്ട്, ചപ്പ് ചവറൊക്കെ, അതൊക്കെ ഞാൻ അരിച്ചെടുത്തതാണ്. ഇത്രയും ഹണിയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഹണി എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്